ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോണത് ഇതൊരു ക്ലോക്കാണ്. കണ്ടോ നിങ്ങള്, ഇതല്ല ഫാൻസിമ്പോൾ നല്ലൊരു ക്ലോക്കാണ് ഇത്, കണ്ടോ. അപ്പം ഇത് വർക്ക് ചെയ്യണില്ല. അപ്പം ഇത് കംപ്ലൈന്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പം ആദ്യം കാണിച്ചു തരാം കേട്ടോ ഇതിന് എങ്ങനെ ഇതിന്റെ സ്വഭാവം എന്നുള്ളത്. അപ്പോൾ ഇത് പുതിയൊരു ബാറ്ററി ആണിത് കേട്ടോ. ഞാൻ ഇപ്പോൾ വാങ്ങി പുതിയൊരു പൊട്ടിക്കാത്തൊരു ബാറ്ററി ആണിത് കേട്ടോ. അപ്പം ഞാനത് പൊട്ടിക്കുകയാണ് ഞാൻ. പിന്നെ പ്ലസ് മൈനസ് മാറാൻ എന്ത് ചെയ്യാ, ബാറ്ററി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ബാറ്ററി ഇട്ട് കൊടുത്തു. ഇനി നോക്കൂ, കണ്ടോ ഈ സൂചിക്ക് ഉണ്ടെങ്കിൽ ഒരു വെർച്ചിൽ മാത്രമല്ലേ സൂചി ഇങ്ങനെ ആയോണ്ടിരിക്കുകയാണ്. അതായത് ബാറ്ററി കഴിഞ്ഞ അവസ്ഥയാണ് കാണിക്കണത്, കണ്ടോ. അപ്പൊ കണ്ടെങ്കിൽ ബാറ്ററി കഴിഞ്ഞ അവസ്ഥയിൽ കാണിക്കുന്നത് ഇത് ഇങ്ങനെ ചെറിയ വെർച്ചിൽ മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് അയച്ചു നോക്കാം. പിന്നെ റെഡി നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുള്ളൂ, കാരണം നമുക്ക് അയച്ചു നോക്കിയാൽ പറയാൻ കഴിയുള്ളൂ. ചെറുപ്പം ഇത് പൊടി കയറി കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ടാവും ഇത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് മൊത്തം ക്ലീനാക്കി ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഇതിൽ അയച്ചെടുക്കണം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ബാറ്ററി നമ്മൾ അയച്ചെടുത്തു. അപ്പൊ ഇത് ആടിന് ടൈപ്പാണ്, പക്ഷെ ഇതിന് ബാക്കി ഒന്നും പോയിട്ടുണ്ട്, കണ്ടില്ല, ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് 4 സ്ക്രൂ അയച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലോക്ക് മുകളിൽ അയക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ കണ്ടോ, നമ്മൾ 4 സ്ക്രൂ അയച്ചെടുത്തു, ക്ലോക്ക് പോകുന്നു, കണ്ടില്ലേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യാ, അപ്പൊ നമുക്ക് ഈ മെഷീൻ നമുക്ക് അയച്ചെടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഈ ഇവിടുത്തെ സ്ക്രൂ ഉണ്ടോ, 1 2 3 4 സ്ക്രൂ നമുക്കൊന്ന് അയച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് സ്ക്രൂ നമ്മൾ അയച്ചെടുത്തു, കണ്ടില്ലേ. അപ്പൊ അതാ ഗ്ലാസ് പോകുന്നു, കണ്ടില്ലേ, അതിന്റെ ഫ്രെയിമും കൊണ്ട് പോടെ കേട്ടോ. അപ്പൊ ഇനി ഈ സ്ക്രൂ എന്ത് ചെയ്യാ, പിന്നെ ശ്രദ്ധിച്ചെടുത്ത് വെക്കുക, അവരെ ഫിറ്റ് ചെയ്ത സ്ക്രൂ ഒന്നും കാണില്ല കേട്ടോ. അപ്പൊ സ്ക്രൂ നമുക്ക് ആദ്യം നമുക്ക് എടുത്ത് വെക്കാം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂചി നമുക്ക് ഇവിടുന്ന് അയച്ചെടുക്കണം, എന്നാലേ നമുക്ക് ഈ മെഷീൻ ഇവിടുന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, വല്ലാ ദമ്മിടാ, ജസ്റ്റ് വലിച്ചു കൊടുത്താൽ സൂചി പോരും കേട്ടോ. ബെൻഡാക്കി ചെയ്തിട്ടോ, ശ്രദ്ധിക്കുക എടുക്കുമ്പോ കേട്ടോ. നഖത്തോട് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ തന്നെ കിട്ടും, കണ്ടില്ലേ. ഇതേമാതിരി അയച്ചെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പൊ നമ്മള് സൂചി അയച്ചെടുത്തു. ഇനി എന്ത് ചെയ്യാ, അപ്പൊ എന്നെയും കൂടി ചെറിയ ഞെട്ട് കാണാം, കണ്ടെങ്കിൽ ഞെട്ട് അയച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ മെഷീൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പ്ലെയർ വെച്ചാണ്ട് പിന്നെ പരുക്കില്ലാത്ത രീതിയിൽ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക അയക്കുമ്പോ. ഇതാണ് ഞെട്ടാണ്, അതിന്റെ വാഷറും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചെടുത്തു നോക്കാം, ഫിറ്റ് ചെയ്യുന്നതിനകത്ത് സാധനം ഒന്നും കാണില്ല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പം ആണോ, ഇത്രയേ ഉള്ളൂ ക്ലോക്കിന്റെ മെഷീൻ, കണ്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിയൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ചാടി പോയിണത്. അപ്പൊ ഇത് അപ്പൊ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ കണ്ടങ്ങൾ ഇത്രയേ ഉള്ളൂ ക്ലോക്കിന്റെ മെഷീൻ, കണ്ടോ. ഈ വലിപ്പം ഉണ്ടാവുള്ളൂ, ബാക്കി ഉള്ളതിന് കേസും കാര്യം കേൾക്കാരം. അപ്പൊ ഇനി ശ്രദ്ധിച്ച് അയച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അയക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അയച്ചാൽ മതി. മറ്റേ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്രയാസക്കാരം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് അയക്കേണ്ട സാധനം ഇതാണ്. അപ്പൊ ഇതൊരു കത്തിയ ഒരു മൈനസ് സ്ക്രൂഡ്രൈവർ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മേപ്പിട്ട് പൊന്തിക്കുക, കണ്ടോ. അപ്പൊ ഇത് പോരും, കണ്ടല്ലേ. അപ്പൊ അത് പോന്നു. അപ്പൊ കഴിഞ്ഞ് നമുക്ക് ഇതിമേ ലോക്ക് കാണണം നിങ്ങള്, ആണോ. ഇത് ലോക്കാണോ, ഇതേമേ ലോക്ക് അയച്ചാൽ നമുക്ക് എന്ത് ചെയ്യോ, ഇത് ഇവിടുന്ന് ഉള്ളിൽ നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രൂ ജസ്റ്റ് ഇങ്ങനെ പ്രസ് കൊടുത്താൽ മതി, ഇങ്ങനെ, കണ്ടില്ലേ.
ഇങ്ങനെ ചെയ്താൽ കിട്ടും കേട്ടോ. ഇത് കുറച്ച് പാക്ക് കയറി ക്ലോക്കാണ്, അത് പൊട്ടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം കണ്ടോ, ഇതേമാതിരി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടല്ലേ. ചിലപ്പോൾ ഇത് പൊട്ടും, പറയാൻ പറ്റൂല കണ്ടോ. അപ്പൊ ഇത് പോകുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യാ, ഇത് തുടക്കുമ്പോ നല്ല ശ്രദ്ധിക്കുക, പാർട്സ് അടിക്ക് ചാടണത് കേട്ടോ. കണ്ടങ്ങള്, ഇതാണ് ഇതിന്റെ ഉൾവശം കണ്ടോ, ഇത്ര ഉള്ളില്. ഇതാണ് നമ്മളെ സൂചന കറക്കണ യന്ത്രങ്ങൾ കണ്ടല്ലേ. ഇതാണ് എന്ത് നമ്മളെ പിന്നെ ഇവിടെ പെൻഡുണ്ടോ ആടിക്കൊണ്ടിരിക്കണേ, അതാണ് ഇത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നയിച്ചു നോക്കാം, ക്ലീൻ ആക്കി മുട്ട് കൊടുത്തു നോക്കാം, ചിലപ്പോൾ റെഡി ആവട്ടെ, നമുക്ക് അത്ര പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇനി പ്ലക്ക് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ എടുക്കുക, ഓരോ പാർട്സ് എടുക്കുക, അതിങ്ങനെ എന്ത് ചെയ്യാ, ഇതിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ കേട്ടോ. അപ്പൊ ഇത് ഫിറ്റ് ചെയ്യാനും മാറണം കേട്ടോ, കൊടുക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ വേണം അറിയാം. അപ്പൊ അത് ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്താൽ മതി പറയണ കാരണം കേട്ടോ. ഇതിന്റെ ഒരു കാരണം ഇവിടെ ഉണ്ടാകുക, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഭാഗത്ത് നിങ്ങള് ഇവിടെ ചെറിയ വേണോ റെസ്റ്റ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇതൊരു കാരണമായിരിക്കും. ഇത് ഇവിടെ ഇതിന് ഇതൊക്കെ പോയിന് കണ്ടല്ലേ, റെസ്റ്റ് വന്നാണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യും കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ഇത്രേ ഉള്ളൊരു ക്ലോക്കിന്റെ ഉൾഭാഗം. അപ്പൊ ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി കൊടുക്കണം. 2 പോയിന്റ് ഉണ്ട് നിങ്ങള്, പ്ലസും മൈനസും. അപ്പൊ ഇതിങ്ങനെ ഈ ലൈന് കട്ടാക്കാതെ ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി കൊടുത്താൽ മതി ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാ, കുറച്ച് സോളിന് ഫ്ലക്സ് കൂടെ എന്ത് ചെയ്യാ തേച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് തേച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇനിയാകുമ്പോ സോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ അത് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുത്തു കണ്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇനി നമുക്ക് ഈ കമ്പി ഇതാ, ഈ സെൻറ്ററത്തെ കമ്പി ഇത് നമുക്ക് നയിച്ചെടുക്കണം. ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ കണ്ടങ്ങള്. അപ്പൊ ഇത് പോന്നു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അതേമാതിരി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണ്ട നമുക്ക്. കാരണം ഇവിടെ നമ്മളെ മാഗ്നറ്റിക് ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് സാൻഡ് പേപ്പർ വേണം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ വരുത്തി കൊടുത്താൽ മതി ഇങ്ങനെ കേട്ടോ. അപ്പൊ കണ്ടോ, ഇത് ക്ലീൻ ആയി കണ്ടല്ലേ, പുതിയ മാതിരി കണ്ടോ, ഫ്രഷ് മാതിരി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അയച്ചമായി തന്നെ എന്ത് ചെയ്യാ, ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് കമ്പി ഇതാ ഇത് ഇങ്ങനെ കടത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കടത്തി കൊടുക്കുക കണ്ടല്ലേ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പി ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി കേട്ടോ. റെഡി ആയില്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയ നൈസ് കമ്പി കോപ്പർ മാതിരി. ഞങ്ങൾക്ക് വീഡിയോ വ്യക്തമാകണമെന്ന് അറിയില്ല, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണ്ടല്ലേ. ഇവിടെ ചെറിയ കോപ്പറിന് കമ്പി ഉണ്ടാവും. അപ്പൊ അത് കട്ട നല്ലോണം ശ്രദ്ധിക്കാണ്ട. പിന്നെ അപ്പൊ തീരെ വർക്ക് ചെയ്യൂല. അപ്പൊ ശ്രദ്ധിക്കുക ചെയ്യുമ്പോ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആദ്യം കുറച്ച് പാർട്സ് നമുക്ക് വെക്കാണ്ട് ഉള്ളില് കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടല്ലേ. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ നമുക്ക് ഇവനായിരിക്കും കണ്ടല്ലേ. അപ്പൊ ഇത് കണ്ട് ഫിറ്റ് ചെയ്ത് കണ്ടല്ലേ. എന്തെങ്കിലും വീട് വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കണം കണ്ടോ. അപ്പൊ ഇനി അടുത്തതാണ് ഇവന് കണ്ടങ്ങള്. ഇതാണ് നമുക്ക് വെക്കേണ്ടത്. ഇതിങ്ങനെ അപ്പൊ ഈ ചുവപ്പ് കാണുന്നതാ, ഇതാണ് നേരത്തേതാ ഈ സാധനം അയച്ചെടുത്താണ് നിങ്ങള്. ഫസ്റ്റ് അയച്ച സാധനം ഇവിടെ ഫിറ്റ് ചെയ്യുക കേട്ടോ, ലാസ്റ്റ് ഫിറ്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഇതാണ് നമ്മളെ മെഷീൻ, ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പം പിന്നെ ബാറ്ററിന്ന് വരുന്ന ഭാഗമാണ് ഇത്, 2 പോയിന്റ് കാണാനില്ല. അപ്പൊ ഇവിടെ നിന്ന് ക്ലീൻ ആയി കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്.
ഞാൻ ക്ലീൻ ആക്കിയത്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വേണം വെക്കാനായിട്ട്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഇതവിടെ കറക്റ്റ് നിന്നാണ് കണ്ടോ കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഇതിങ്ങനെ ഇട്ട് വരിക. അതിന് ചാടി പോയപ്പം തിരിഞ്ഞതാണത്, ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിൽ നീങ്ങട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ സൂചിന്റെ ആശാന് കണ്ടോ. ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ഇതാണ് നമ്മളെ മാഗ്നറ്റിക്. ഇവനാണ് കറങ്ങുക കേട്ടോ. ഇവിടെ ഇത് വരിക കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇനി ഇത് കണ്ടു. ഇനി അടുത്ത ഇവനാണ് ഈ പല്ലിതാ, ഈ പല്ലിന്റെ ഭാഗം അടിക്കാട്ട് വരിക. അപ്പൊ അത് ഓരോ ബ്ലോക്ക് ഓരോ രീതിയിലേക്ക്. അപ്പൊ അയച്ചുമ്പോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ കറക്റ്റ് കിട്ടും അത് കണ്ടില്ലേ. ഇത് കറങ്ങുമ്പോ കണ്ടോ, ഇത് കറങ്ങണ് കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളതാണോ ഈ ചെറിയ കുഞ്ഞൻ സാധനമാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ഈ താഴെ ഭാഗത്താണ് ഇവിടെ ഹോളേക്കാരം കണ്ടോ. വീട് എടുത്താണല്ലോ ഈ ഹോൾ എന്ത് ചെയ്യാ, ഇവിടെ പോസ്റ്റിന് കണ്ടോ, ഇതിനൊക്കെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ. ചെറിയ പ്ലക്കുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്തെടുക്കുക. അപ്പൊ ഇതിങ്ങനെ പൊന്തിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഇതിങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടോ. അപ്പൊ ഇത് കറക്റ്റായി കണ്ടല്ലേ. അപ്പൊ ഇനി നമുക്കൊന്ന് ബാറ്ററി മുട്ട് നോക്കിയാലോ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ബാറ്ററി. ബാറ്ററി ഫുൾ ചാർജ് ആണ് കേട്ടോ. അപ്പൊ ഇത് പ്ലസ് മൈനസ് മാറാൻ എന്ത് ചെയ്യാ, ഇട്ട് കൊടുക്കുക. കണ്ടോ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് ബാറ്ററി ഒന്ന് അയച്ചെടുക്കാം കേട്ടോ. അപ്പൊ റെഡി ആയി നമുക്ക് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് സൂചി കിട്ടുമൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അയച്ചമയത്തിന് എന്ത് ചെയ്യാ, ഇതിന് അടപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് പിന്നെ ഇവിടൊക്കെ ഹോളാണ് കണ്ടത്. ഹോള് കറക്റ്റ് ആക്കിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. കണ്ടോ. അപ്പൊ ഇത് ഇവിടെ കറക്റ്റ് ആയിട്ടോ. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇനി നമുക്ക് അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇതാ നമ്മളെ ബ്ലാക്ക് ഇതാ ബട്ടമായി സാധനം എന്താ ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് കൊടുക്കുക. ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി കണ്ടല്ലേ. റെഡിയാണ് കേട്ടോ. ഓക്കെ കണ്ടോ. അപ്പൊ നമ്മളെ ക്ലോക്കിന്റെ ഈ പിന്നെ ഗേസിന്റെ വർക്ക് ഉള്ളിൽ കഴിഞ്ഞു. അപ്പൊ നമുക്ക് പ്രസ്സിംഗ് ഒക്കെ റെഡിയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ അയച്ച മേത്തിന് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം, ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതില് ഈ ഭാഗമാണ് അടിക്ക് വരും കേട്ടോ. ഇത് 6ന്റെ ഭാഗത്തേക്ക് വരും, ഇത് 12ന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇത് വരും കണ്ടല്ലേ. അപ്പൊ ഇതിങ്ങനെ കൗത്തി എന്ത് ചെയ്യാ, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലേ. ഇതേമാതിരിയാണ് വരിക കേട്ടോ. അതായത് ഈ കാണുന്ന ഭാഗം 6 കണ്ടല്ലേ, ഇങ്ങനെ വരും കേട്ടോ. ഇത് 12ന്റെ ഭാഗവും. ഓക്കെ. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു വാസർ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഞെട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പേരോണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുക്കുക. അപ്പൊ എല്ലാം ടൈറ്റ് കൊടുത്താൽ മതി. പഴയ ക്ലോക്ക് ആണെങ്കിലേ ഒന്നേരം കജ്ജ് പോരും. ഇത് അത്യാവശ്യം പഴയ ക്ലോക്കാണ്, നല്ല പഴക്കുണ്ട് ഇതിന് കേട്ടോ. എന്നാലും ഇതിന്റെ പ്രസ്സിംഗ് ഒക്കെ പൊട്ടീന് ഇതിന്റെ കാരണം കേട്ടോ. ഇത് അതിന്റെ പ്രസ്സിംഗ് പൊട്ടിയ കേട്ടോ. അപ്പൊ വെല്ല തിരിച്ചു കൊടുത്താൽ മതി. ഒന്നായിട്ട് ഇതായി കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നിന്നാ മതി അവിടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇനി നമുക്ക് ആദ്യം നമുക്ക് സൂചി നമുക്ക് വെച്ച് കൊടുക്കണ്ടോ. അപ്പൊ ആദ്യം നമ്മൾ ചെറിയ സൂചിയാണ് വെക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു 12 നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ
അപ്പൊ കറക്റ്റാക്കി തന്നെ നിർത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പൊ ഓക്കെ, കണ്ടല്ലേ. ഇനി നമുക്ക് ഇതാണ് ഈ സൂചി എന്ത് ചെയ്യുക, അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ലെവലാക്കിയാണ് എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അത് ചെയ്തു. അതേമാതിരി ഇതും അതേമാതിരി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം കണ്ട സൂചി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു, കണ്ടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 സൂചി തമ്മിൽ കൂട്ടി മുട്ടാൻ പാടില്ല. കണ്ടങ്ങള് ഇതേമാതിരി വേണം സൂചി നിൽക്കാനായിട്ട്. കുറഞ്ഞൊരു ഗ്യാപ്പുണ്ട് സൂചിന്റെ ഇടയിൽ, കണ്ടില്ലേ. അപ്പൊ സൂചി നമ്മൾ തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം വ്യത്യാസപ്പെടും കേട്ടോ. അപ്പൊ അത് മിസ്സിങ് കംപ്ലൈന്റ് ആവും ചെയ്യും. അപ്പൊ ഇങ്ങനെ വേണം ചെയ്യാൻ വെക്കാനായിട്ട് കേട്ടോ. സൂചി കുറഞ്ഞ ഗ്യാപ്പ് വേണം ഇവിടെ, കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിന് ഗ്ലാസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ഗ്ലാസ്. ഗ്ലാസ് നമ്മൾ ക്ലീൻ ആയി കൊടുക്കാം നമുക്ക് ആദ്യം. ഇതാണ് നമ്മൾ ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതാണ് ഇതിന്റെ ഗ്ലാസിന്റെ ലോക്ക് കേട്ടോ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റെഡി ആയി കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ. ഇനി നമുക്കിത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ സ്ക്രൂ ചെയ്യുമ്പോൾ ഹോള് കറക്റ്റ് ആണോ എന്നൊന്നും അറിയണേ. ഇതിപ്പോ റെഡി ആയിട്ടില്ല, നിങ്ങളുടെ ഹോൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് തിരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ കണ്ടോ, ഇപ്പൊ ഹോൾസ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത് കൊടുക്കാനുള്ളത് ഇതാണ്, കണ്ടോ, ഈ ആടുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത് കൊടുക്കാൻ നിർബന്ധമില്ല, അവനെ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇതിന്മേല്. കാരണം അതാ നമുക്ക് പിന്നെ ഇപ്പൊ ആവശ്യം വരികയാണെങ്കിൽ, കണ്ടോ. അപ്പൊ അത് ലോക്കായി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഇതിന്റെ ഫ്രെയിമാണ്, കണ്ടല്ലേ. ഇത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ സ്ക്രൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇതൊക്കെ ലോക്കൽ പ്ലാസ്റ്റിക് ആണിത്. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ഇട്ട് നോക്കാം നമുക്ക്. അപ്പൊ ഈ സൂചി കണ്ടത് കറക്റ്റ് ആണ്, കണ്ടില്ലേ. അപ്പൊ ഇതിങ്ങനെ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് സൂചി മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവില്ല. ഞാനിപ്പോ 12 മണി ആയിട്ടോ. ഞാൻ ജസ്റ്റ് 1 മണിക്കാണെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ സംഗതി മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. ഈ സൂചി കറക്റ്റ് ആഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൂചി ഇവിടെ കറക്റ്റ് ടൈം മണിക്കൂർ കിട്ടൂല, കണ്ടില്ലേ. അങ്ങനെ കറക്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാറ്ററി നമുക്ക് ഇട്ട് നോക്കാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ കണ്ടോ, അപ്പൊ സംഗതി നമ്മളെ ക്ലോക്ക് എന്താ റെഡി ചെയ്യുന്നത്, വർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ സൂചി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ തട്ടാൻ പാടില്ല, വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ കണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ക്ലോക്കിന്. അപ്പൊ സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കുക, അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്ര ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തോട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.